ദിവ്യസക്രാരിയിൽ കൂദാശയിൽ അപ്പത്തിൻ രൂപത്തിലാ രാപ്പകൽ വാഴുമെൻ സ്നേഹനാഥ, കർത്താവും ദൈവവും നീ. ദിവ്യസക്രാരിയിൽ കൂദാശയിൽ അപ്പത്തിൻ രൂപത്തിലാ രാപ്പകൽ വാഴുമെൻ സ്നേഹനാഥ, കർത്താവും ദൈവവും നീ. സ്തുതിയും പുകഴ്ചയും ആരാധനയും ഇപ്പോഴും എന്നേരവും പരിശുദ്ധൻ പരിശുദ്ധൻ പരമശക്തൻ നിത്യമഹത്വമാമേ. മർത്യരക്ഷയ്ക്കായി ദൈവപുത്രൻ മർത്യാവതാരമാർന്നു. മർത്യരക്ഷയ്ക്കായി ദൈവപുത്രൻ മർത്യാവതാരമാർന്നു. പീഡകളേറ്റു മരിച്ചു ക്രൂശിൽ ലോകത്തെ വീണ്ടെടുത്തു. സ്തുതിയും പുകഴ്ചയും ആരാധനയും ഇപ്പോഴും എന്നേരവും പരിശുദ്ധൻ പരിശുദ്ധൻ പരമശക്തനും നിത്യമഹത്വമാമേ. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ഈശോയിൽ പ്രിയമുള്ളവരെ, ജീവിക്കുന്ന ദൈവം നമ്മുടെ മുന്നിലിതാ. ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പരിപാലകനായ ഒരു ദൈവം നമ്മുടെ മുന്നിൽ ഈ ദിവ്യകാരുണ്യത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ മോശ ഇസ്രായേൽ ജനത്തോട് പറയുന്ന ഒരു വചനമുണ്ട്. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണ് ഉള്ളത്? നമ്മുടെ ഏറ്റവും വലിയ ശ്രേഷ്ഠത വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്നുള്ളതാണ്. ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മരുഭൂമിയിലൂടെ നയിച്ച് കാനാൻ ദേശത്തേക്ക് കൊണ്ടെത്തിച്ച ഒരു ദൈവം, നാം വിശ്വസിക്കുന്ന ദൈവം ഈ ദിവ്യകാരുണ്യത്തിലുണ്ട്. ആബാ പിതാവേ എന്ന് ആ ദൈവത്തെ വിളിക്കുവാൻ ഈശോ പഠിപ്പിച്ച ആ ദൈവം, ആ ദൈവത്തെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടുകൊണ്ട് ഈ ദിവ്യകാരുണ്യത്തിൽ നിറസാന്നിധ്യമായി ജീവിക്കുന്ന ആ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. പിതാവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. പുത്രനാമേ
യേശുവേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ദൂതനാം ദൈവമേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ത്രിയേക ദൈവമേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ആരാധന 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 അങ്ങേക്ക് ആരാധന. ആരാധന 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 അങ്ങേക്ക് ആരാധന. കുരിശോളം നമ്മളെ സ്നേഹിച്ച ഈശോ സത്യമായും ഈ വിശുദ്ധ കുർബാനയിലുണ്ട്. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്നരുൾ ചെയ്ത ദിവ്യകാരുണ്യമായി മാറിയ ഈശോ നമ്മുടെ കൂടെ ഈ അൾത്താരയിൽ, ഈ ദിവ്യകാരുണ്യത്തിൽ നമ്മുടെ അരികിലുണ്ട്. സഹനത്തിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ കടന്നെത്തുമ്പോൾ ആശ്വസിപ്പിക്കുന്ന ഈശോ നമ്മൾ അനുഭവിക്കുന്ന ഈശോയാണ്, നമ്മൾ അനുഭവിച്ചിട്ടുള്ളതാണ്. ആശ്വസിപ്പിക്കുന്ന ഒരു ഈശോ, കരുതുന്ന ഒരു ഈശോ. ആ ഈശോയിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട്, ആ ദിവ്യകാരുണ്യ സാന്നിധ്യത്തിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട്, സഹനങ്ങളിൽ തളർന്നു പോകാതെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ വിശ്വസിച്ചുകൊണ്ട്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ആ ത്രിയേക ദൈവത്തിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട്, ഒരിക്കൽ കൂടെ നമുക്കുള്ള സകലതും സമർപ്പിച്ചുകൊണ്ട്, നമ്മുടെ ദുഃഖങ്ങളും സന്തോഷങ്ങളും നമ്മുടെ അനുഭവങ്ങളും എല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്കൊരിക്കൽ കൂടെ പാടാം. ആബാ പിതാവേ, ആബാ പിതാവേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു. പുത്രനാം യേശുവേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ദൂതനാം ദൈവമേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ത്രിയേക ദൈവമേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ആരാധന 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 അങ്ങേക്ക് ആരാധന. ആരാധന 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 അങ്ങേക്ക് ആരാധന. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്ന് 10-ാം അധ്യായം 22-ാം വാക്യം. എൻ്റെ നാമം മൂലം നിങ്ങൾ സർവരാലും ദ്വേഷിക്കപ്പെടും, അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും. മാർക്കൂസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 13-ലും ഇതേ വചനം ആവർത്തിക്കപ്പെടുന്നുണ്ട്. എൻ്റെ നാമത്തെ പ്രതി നിങ്ങളെ എല്ലാവരും ദ്വേഷിക്കും, അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും. ഈശോയിൽ പ്രിയമുള്ളവരെ, ക്രിസ്തീയ വിശ്വാസ ജീവിതത്തിലെ ഒഴിവാക്കാനാവാത്ത ഒരു ജീവിത ശൈലിയാണ് സഹനശീലം. സഹനശീലം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, ക്രൈസ്തവ വിശ്വാസ ജീവിതത്തിൽ മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു ശീലമാണ്. സഹിക്കുന്ന ഒരു ശീലം, സഹിക്കുന്നതിൽ അഭിമാനിക്കുന്ന ഒരു ശീലം. വിശുദ്ധരൊക്കെ അപ്രകാരമായിരുന്നു. സഹിക്കുന്ന വ്യക്തിക്ക് മാത്രമേ ഈ ലോകത്തിന്, അവൻ്റെ വ്യക്തിജീവിതത്തിന് അനുഗ്രഹം പ്രദാനം ചെയ്യാൻ പറ്റുകയുള്ളൂ. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം 4-5 തിരുവചനങ്ങളിൽ ഇപ്രകാരമാണ്: വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക, ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത
വെടിയരുത്. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു. സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്നത്, അനാദിയിലെ ദൈവം നമ്മളെ ഈ ഒരു ഭൂമിയിൽ ജീവിക്കുവാൻ തിരഞ്ഞെടുത്തത് സ്നേഹത്തിൻ്റെ ജീവിതം നയിക്കുവാനാണ്. സ്നേഹത്തിൻ്റെ ജീവിതം നയിക്കുക എന്ന് പറഞ്ഞാൽ സഹനം ശീലമാക്കുക. സ്നേഹത്തിൻ്റെ ജീവിതം സഹനശീലത്തിലൂടെ നടന്നു പോകുന്ന ഒരു ജീവിതമാണ്. എഫേസൂസാർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാം അധ്യായം 4-ാം തിരുവചനം ഇപ്രകാരമാണ്: തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ദൈവം നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. ദൈവം നമ്മളെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു കടന്നുപോയ ജീവിത വഴിയിലൂടെ യാത്ര ചെയ്യുവാൻ കൂടിയാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത്. ക്രിസ്തു കടന്നുപോയത് സഹനത്തിൻ്റെ വഴിയിലൂടെയാണ്. സഹനം ശീലമാക്കി മാറ്റിയ യേശുവിനെ വിശ്വാസ ജീവിതത്തിൽ അനുകരിക്കുമ്പോഴാണ് ഞാനും നിങ്ങളും മറ്റുള്ളവർക്ക് ഒരനുഗ്രഹമായി മാറുന്നത്. പലപ്പോഴും മനുഷ്യൻ സ്വയം ചോദിക്കാറുണ്ട്, ഞാൻ എന്തിനു സഹിക്കണം? ഞാൻ എന്തിനു വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി സഹിക്കണം? എനിക്കെൻ്റെ സുഖം, എൻ്റേതായിട്ടുള്ള ഇഷ്ടങ്ങൾ, ഞാൻ എന്തിന് മറ്റുള്ളവരുടെ കാര്യത്തിൽ അവർക്ക് വേണ്ടി സഹിക്കണം? പ്രിയമുള്ളവരെ, നാം ആയിരിക്കുന്ന ഇടങ്ങൾ അനുഗ്രഹമാകണമെങ്കിൽ സഹനശീലം അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടന്നേ മതിയാവൂ. ഒരു കുടുംബജീവിതമാകാം, അവിടെ സഹിക്കാൻ കഴിയുമ്പോഴാണ് കുടുംബം അനുഗ്രഹമായി മാറുന്നത്. ഒരു വ്യക്തി ജീവിതമാകാം, ഒരു കുഞ്ഞ്, ആ കുഞ്ഞ് ആദ്യം ജനിച്ചു കഴിയുമ്പോൾ ആ കുഞ്ഞിനെ നടക്കുവാനായിട്ട് പഠിക്കുന്നത് പോലും ഒരു സഹനത്തിലൂടെയല്ലേ. എനിക്ക് നടക്കാൻ പറ്റില്ല, ഞാൻ എന്തിനു കഷ്ടപ്പെട്ട് നടക്കണമെന്ന് കുഞ്ഞ് മനസ്സിൽ കരുതിയാൽ ആ കുഞ്ഞിന് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. പ്രിയമുള്ളവരെ, ഇതുപോലെ നമ്മുടെ ജീവിതങ്ങളിൽ ഓരോ മേഖലകളിലൂടെ കടന്നു പോകുമ്പോഴും അതിൻ്റേതായിട്ടുള്ള ചില സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെന്ന് തിരിച്ചറിയണം. ഇതൊരു ശുദ്ധീകരിക്കുന്ന ദൈവിക ശക്തിയാണ്. സഹനമെന്ന് പറയുന്നത് ശുദ്ധീകരിക്കുന്ന ശക്തിയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 48-ാം അധ്യായം 10 ദൈവം നമ്മളോട് പറയുകയാണ്, ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു, വെള്ളി പോലെയല്ല, കഷ്ടതയുടെ ചൂളയിൽ നിന്നെ ശോധന ചെയ്തു. സഹനശീലം നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ വിശുദ്ധ ഗ്രന്ഥങ്ങളിലൂടെ കടന്നുപോയ വ്യക്തിയുടെ മനസ്സിൽ ഓടിയെത്തുന്നത് ജോബിൻ്റെ സഹനമാണ്. പ്രിയമുള്ളവരെ, ജോബിൻ്റെ ജീവിതം നമ്മൾ കാണുന്നുണ്ട്. എത്രമാത്രം സഹനങ്ങളാണ്, ഒന്നിനു പുറകെ ഒന്നായി സഹനങ്ങൾ ഉണ്ടായപ്പോഴും ആ സഹനങ്ങളെ ജീവിതത്തിലെ ഒരു ശീലമാക്കി ജോബ് മാറ്റിയപ്പോൾ ജോബിൻ്റെ ജീവിതം അനുഗ്രഹമായിട്ട് മാറി. പ്രിയമുള്ളവരെ, നമ്മൾ ജീവിക്കുന്ന ജീവിതം 3 സഭകളുടെ ഐക്യമാണെന്ന് ഞാൻ പറഞ്ഞു. സമരസഭ, സഹനസഭ, വിജയസഭ. സഹനസഭ നമുക്കറിയാം, ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയവർ ശുദ്ധീകരിക്കപ്പെടുവാനായി വീണ്ടും ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നു. ശുദ്ധീകരണ സ്ഥലം. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവം അനുവദിക്കുന്ന സഹനങ്ങളെ അത് ഉൾക്കൊണ്ടുകൊണ്ട്, അത് സ്വീകരിച്ചുകൊണ്ട് ആ സഹനത്തിലൂടെ സ്നാനം ചെയ്യുവാൻ നമ്മൾ തയ്യാറായാൽ നമ്മുടെ ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ കാലാവധി നമുക്ക് കുറച്ച് കിട്ടും. അതല്ലെങ്കിൽ എനിക്കിപ്പോൾ സഹിക്കാൻ പറ്റില്ല, ഞാൻ എന്തിന് സഹിക്കണം, ഞാൻ എന്തിന് ക്ഷമിക്കണം, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ച് ജീവിച്ചാൽ മരണാനന്തരത്തിലൂടെ, മരണത്തിന് ശേഷം നമുക്ക് ദീർഘമായ ഒരു ശുദ്ധീകരണ കാലാവധി നമ്മുടെ മുമ്പിലുണ്ടെന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് ഈ ഭൂമിയിൽ സഹനങ്ങളെ ശീലമാക്കാനായിട്ട് നമ്മൾ പഠിക്കണം. സഹനങ്ങളെ ശീലമാക്കാനായിട്ട് പഠിക്കണം. എൻ്റെ ചിന്തയിൽ ഓടിയെത്തുന്നത് മിനിത്തട്ടിൽ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയെയാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സെമിനാരിയിൽ പഠിക്കാനായിട്ട് ആരംഭിച്ചപ്പോൾ കണ്ടുമുട്ടിയ ഒരു സൗഹൃദമാണ് മിനിത്തട്ടിൽ. പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. ഷാലോമിൻ്റെ ശുശ്രൂഷകളോട്, ഷാലോമിൻ്റെ പ്രസിദ്ധീകരണങ്ങളോടൊക്കെ സഹകരിച്ചു നിൽക്കുന്ന ഈ പെൺകുട്ടി ആ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അനേകർക്ക് സൗഖ്യം കിട്ടുന്നു. അനേകരുടെ ജീവിതത്തിലെ തകർന്ന അനുഭവങ്ങളെ ദൈവം രൂപാന്തരപ്പെടുത്തുന്നു. നിരാശപ്പെട്ട് ജീവിതം അവസാനിപ്പിക്കണമെന്ന് കരുതിയവർ ഈ പുസ്തകങ്ങളിലൂടെ വായിച്ച് കടന്നുപോയപ്പോൾ ഒരു പുതിയ പുലരിയിലേക്ക്
ഒരു പ്രകാശത്തിലേക്ക്, ജീവിക്കണമെന്നുള്ള തീഷ്ണതയിലേക്ക് അവർ എത്തിച്ചേർന്നു. ഈ പെൺകുട്ടിയെ കാണാനായിട്ട് ഞാൻ ഒരു ദിവസം ആദ്യമായി കടന്നു ചെന്നപ്പോൾ അവളുടെ സഹനങ്ങളെക്കുറിച്ച് കേട്ടതിന് ശേഷമാണ് ഞാൻ പോകുന്നത്. ശരീരം ഇടുപ്പിന് താഴെ തളർന്നു പോയതാണ്, കാഴ്ച കുറവാണ്, അതുപോലെ ശ്വാസകോശത്തിന് അസ്വസ്ഥതയുണ്ട്, ഹാർട്ടിന് അസ്വസ്ഥതയുണ്ട്. അല്പം ഒന്ന് ഒരു സ്പ്രേയുടെ സ്മെല്ല് ആരെങ്കിലും സ്പ്രേ അടിച്ചു വന്നാൽ അവൾക്ക് ശ്വാസം മുട്ടും. ഒത്തിരി സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തിത്വം. ഞാൻ ആ പെൺകുട്ടിയെ കാണാൻ ആദ്യം എത്തുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഇത്രമാത്രം സഹനങ്ങളിലൂടെ പോകുന്ന, വേദനയുടെ അനുഭവങ്ങളിലൂടെ പോകുന്ന ഒരു പെൺകുട്ടിയാണ്. എന്നാൽ ഞാൻ അടുത്ത് ചെന്ന് നിന്നപ്പോൾ പുഞ്ചിരിച്ചു നിൽക്കുന്ന മിനിത്തട്ടിലിനെയാണ്, പുഞ്ചിരിച്ചുകൊണ്ട് വീൽ ചെയറിലിരിക്കുന്ന മിനിത്തട്ടിലിനെയാണ് ഞാൻ കണ്ടുമുട്ടിയത്. അവൾ എന്നോട് പറയുകയാണ്, അച്ഛാ, എൻ്റെ ജീവിതം കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന ഈശോയുടെ മറുഭാഗത്ത് തൂങ്ങിക്കിടക്കാനായിട്ടുള്ള ഒരു ജീവിതമാണ്. എൻ്റെ ജീവിതം ഒരു സഹനശീലമാക്കി ഞാൻ മാറ്റിയിരിക്കുകയാണ്. എൻ്റെ ജീവിതം കുരിശിൽ തൂങ്ങിയ ഈശോയോട് കൂടെ തൂങ്ങിക്കിടന്ന്, ഈശോയുടെ കുരിശിൻ്റെ മറുഭാഗത്ത് തൂങ്ങിക്കിടന്ന് ജീവിതത്തെ സഹനശീലമാക്കി മാറ്റുക. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. എപ്രകാരമാണ് നമുക്കുണ്ടാകുന്ന സഹനങ്ങളെ നമ്മൾ നോക്കിക്കാണുന്നത്? ഫിലിപ്പിയരുടെ ലേഖനത്തിൽ 1-ാം അധ്യായം 29 പറയുന്നുണ്ട്, ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ മാത്രമല്ല അവന് വേണ്ടി സഹിക്കുവാൻ കൂടിയും ഉള്ള അനുഗ്രഹം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. സഹനത്തെ ഒരു ശീലമാക്കി മാറ്റാൻ ഈ ആരാധനയുടെ സമയത്ത് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. കാരണം സഹനത്തിൻ്റെ തീച്ചൂളയിലൂടെ കടന്നുപോയൊരു ഈശോ നമുക്കുണ്ട്. പലപ്പോഴും നമ്മൾ അറിയാതെ സഹനങ്ങളുണ്ടായപ്പോൾ ചോദിച്ചു പോയിട്ടുണ്ട്, എന്താണ് ഈ സഹനത്തിന് അർത്ഥമുണ്ടോ? ഈ സഹനത്തിന് അർത്ഥമുണ്ടോ? ഞാൻ എന്തിന് സഹിക്കണം? സഹനങ്ങൾ ഏറുമ്പോൾ 1000 ചോദ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടാകാം. എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നുള്ള വാശി പിടിച്ച് നമ്മൾ അവിടെ നിന്ന് ഓടിപ്പോയപ്പോൾ അനുഗ്രഹങ്ങളിൽ നിന്നാണ് നമ്മൾ ഓടി ഒളിച്ചത്, കൃപകളിൽ നിന്നാണ് ഓടി ഒളിച്ചത്. സഹിക്കുവാൻ ഒന്ന് മനസ്സാക്കിയിരുന്നുവെങ്കിൽ, ഒന്ന് സഹിക്കുവാനായി, ക്ഷമിക്കുവാനായിട്ട് സഹിച്ചു നിൽക്കുവാൻ സാധിച്ചിരുന്നുവെങ്കിൽ എത്രയോ അനുഭവങ്ങൾ, അനുഗ്രഹങ്ങൾ നമുക്ക് സ്വന്തമാക്കാമായിരുന്നു. നമുക്ക് ഈ ദിവ്യകാരുണ്യത്തിലെ ഈശോയിലേക്കൊന്ന് നോക്കാം. ജീവിതത്തിലെ സഹനങ്ങളെ എപ്രകാരമാണ് എൻ്റെ ചിന്തകളിലൂടെ ഞാൻ കാണുന്നത്? പത്രോസ്ലിഹായുടെ 1-ാം ലേഖനത്തിലെ 4-ാം അധ്യായം 14 പറയുകയാണ്, ക്രിസ്തുവിൻ്റെ നാമം നിമിത്തം നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്തെന്നാൽ മഹത്വത്തിൻ്റെ ആത്മാവ്, അതായത് ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ഈ ഈരടികൾ ഒന്ന് മനസ്സിലേക്ക് ഏറ്റെടുക്കാം. സഹനത്തിൻ്റെ അർത്ഥം കുരിശിൽ മാത്രമേ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. സഹനത്തെ ജീവിതത്തിൽ ഒരു ശീലമാക്കണമെങ്കിൽ കുരിശിനോട് ചേർന്ന് നിൽക്കണം. കാരണം കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന ഈശോ സഹനങ്ങൾക്ക് ഉത്തരം നൽകുന്നു. സഹനങ്ങളേറുന്ന നേരം ഒരു ചോദ്യമുയരുന്നിതാ, ദൈവത്തിനു കണ്ണില്ലെന്നോ എൻ്റെ സഹനങ്ങൾ കാണുന്നില്ലേ? സഹനങ്ങളേറുന്ന നേരം ഒരു ചോദ്യമുയരുന്നിതാ, ദൈവത്തിനു കണ്ണില്ലെന്നോ എൻ്റെ സഹനങ്ങൾ കാണുന്നില്ലേ? ജീവിതത്തിലെ സഹനത്തിൻ്റെ ഭാരവുമായി ഒരു യുവാവ് ദേവാലയത്തിലേക്ക് കാലുകൾ എടുത്തു വെച്ചു. ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അവൻ്റെ മനസ്സിൽ ചില ചിന്തകൾ രൂപപ്പെടുത്തിയിട്ടാണ് ദേവാലയത്തിലൊന്ന് കയറണം, ജീവിതം അവസാനിപ്പിക്കാനായിട്ട് തീരുമാനിച്ചതാണല്ലോ. എങ്കിലും തൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ ഭാഗമായതുകൊണ്ട് ദേവാലയത്തിൽ ചെന്ന് അവസാനമായി ഈശോയോട് ഒരു ചോദ്യം ചോദിച്ചിട്ട് ജീവിതം അവസാനിപ്പിക്കാം. ഈ ചിന്തയോടുകൂടിയാണ് ഈ യുവാവ് ദേവാലയത്തിലേക്ക് കാലെടുത്ത് വെച്ചത്. ദേവാലയത്തിൻ്റെ മുറ്റത്ത് തന്നെ വൈദികൻ നിൽപ്പുണ്ടായിരുന്നു. വൈദികൻ അറിയാം
ഇവൻ കടന്നു പോകുന്ന മനസ്സിലെ സംഘർഷങ്ങൾ. ആ വൈദികൻ സ്നേഹത്തോടെ അവനെ അരികിൽ വിളിച്ചിട്ട് അവൻ്റെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ദൈവം എല്ലാം കാണുന്നുണ്ട്. നിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കുരിശിലെ ഈശോ നിനക്ക് തരും. നീ ദേവാലയത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചു കൊള്ളുക. അവൻ ദേവാലയത്തിലേക്ക് കടന്നു ചെന്നു. കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന ഈശോയിലേക്ക് മിഴികൾ ഉയർത്തി. ചോദിക്കാനായിട്ട് ഒത്തിരി ചോദ്യങ്ങളുമായിട്ട് വന്ന അവൻ്റെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയരുന്നില്ല. അവൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഇതാണ്, ഞാൻ അനുഭവിക്കുന്ന സഹനങ്ങളെക്കാൾ എത്രയോ വലിയ സഹനമാണ് എൻ്റെ മുന്നിൽ തൂങ്ങിക്കിടക്കുന്ന ഈ യുവാവായ യേശു അനുഭവിക്കുന്നത്. അവിടുത്തെ ശരീരത്തിലെ മുറിവുകളും ആ കുരിശിലെ ഈശോയുടെ ആ പീഡകളുമൊക്കെ അവൻ്റെ മനസ്സിലേക്ക് തെളിയാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, അവിടെ ഇരിക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ ഒരു ആത്മീയമായ ബലം ആ കുരിശിൽ നിന്ന് ഒഴുകിയിറങ്ങി. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയായിരുന്നുവെന്ന് പിന്നെ അവൻ ജീവിതത്തിലേക്ക് നടന്നെടുത്തപ്പോൾ അവന് പറയാനായി. നമുക്കും ജീവിതത്തിലെ സഹനങ്ങളുണ്ടാകാം, വേദനകളുണ്ടാകാം. എല്ലാം അവസാനിപ്പിക്കണമെന്നുള്ള ചിന്ത, എല്ലാം വിട്ടെറിഞ്ഞ് ഓടണമെന്നുള്ളൊരു ചിന്ത വരുമ്പോൾ നിനക്ക് വേണ്ടി സ്വർഗമുയർത്തിയ ഒരു കുരിശുണ്ട്. ആ കുരിശിൻ്റെ ചാരെ ചെന്നാൽ അതിനുത്തരം കിട്ടും. അതെ, കുരിശിൽ നിന്ന് ഉത്തരം സ്വീകരിക്കുക. എല്ലാ സഹനങ്ങളും ദിവ്യകാരുണ്യ മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. സ്വർഗം വിലയ്ക്ക് വാങ്ങുന്ന സ്വർണ്ണ നാണയമാണ് സഹനമെന്ന് നമുക്കറിയാം. നമ്മുടെ എല്ലാ വേദനകളും നൊമ്പരങ്ങളും ഈശോയുടെ മുമ്പിലേക്കൊന്ന് സമർപ്പിക്കുക. സഹനത്തിൻ്റെ നിമിഷങ്ങളിൽ വിശ്വാസം കൈമുതലായി നമ്മൾ കാത്തു സൂക്ഷിക്കണം. വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ സഹനശീലം നമുക്ക് നഷ്ടപ്പെടും. ഈശോയിലുള്ള നമ്മുടെ വിശ്വാസമാണ് സഹനത്തിൽ അതൊരു സഹനശീലമാക്കി മാറ്റി ജീവിതത്തെ നയിക്കുവാനായി നമ്മെ കരുത്തുള്ളവരാക്കി മാറ്റുന്നത്. അതിന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാൻ തയ്യാറാകണം. ദിവ്യകാരുണ്യ ഈശോയിലേക്ക് നോക്കി ഹൃദയത്തിൽ പ്രാർത്ഥിക്കുക, ഈശോയെ എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. ശിഷ്യന്മാർ പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം, ഈശോയെ നിന്നിലുള്ള എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ വിശ്വാസത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുവനെന്ന് യൂദാ ശ്ലീഹ പറയുന്നുണ്ട്. വചനധ്യാനത്തിലൂടെ, വചനവായനയിലൂടെ നീ ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ വർദ്ധിപ്പിക്കുക. നമുക്ക് ഈശോയെ നോക്കി പ്രാർത്ഥിക്കാം, ഈശോയെ എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. ദൈവത്തിലുള്ള എൻ്റെ വിശ്വാസത്തെ, എൻ്റെ മാതാപിതാക്കളിലുള്ള എൻ്റെ വിശ്വാസത്തെ, എൻ്റെ ജീവിത പങ്കാളിയിലുള്ള എൻ്റെ വിശ്വാസത്തെ, എൻ്റെ മക്കളിലുള്ള എൻ്റെ വിശ്വാസത്തെ, എന്നോടു തന്നെയുള്ള എൻ്റെ വിശ്വാസത്തെ നീ വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ വേദനകളും നൊമ്പരങ്ങളും ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ ഒന്ന് ഇറക്കി വെച്ച് ഈശോയുടെ ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. ഈശോയുടെ അഭിഷേകം, സൗഖ്യം നമ്മളിലേക്ക് ഒഴുകിയിറങ്ങുവാനായിട്ട് ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഏതെങ്കിലുമൊക്കെ വേദനകൾ സഹനശീലത്തിലേക്ക് വളർത്തുവാൻ സാധിക്കാത്ത വിധം നമ്മളെ നിരാശയ്ക്ക് അടിമപ്പെടുത്തുന്നുണ്ടെങ്കിൽ, കുറ്റബോധത്തിന് അടിമപ്പെടുത്തുന്നുണ്ടെങ്കിൽ, സഹിക്കാൻ മടി കാണിക്കുന്ന അവസ്ഥകളുണ്ടെങ്കിൽ അതെല്ലാം നീങ്ങിപ്പോകുവാനായിട്ട് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. എല്ലാവരും ദിവ്യകാരുണ്യ ഈശോയിലേക്ക് മാത്രം നോക്കട്ടെ. ദിവ്യകാരുണ്യത്തിൽ നിന്ന് ദൈവിക ശക്തി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങി സഹനത്തെ ജീവിതത്തിൻ്റെ ശീലമാക്കി മാറ്റുവാനായിട്ടുള്ള ഒരു അഭിഷേകം ദൈവം ഇപ്പോൾ നിങ്ങളുടെ മേൽ വർഷിക്കട്ടെ. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവത്തിൻ്റെയും അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ്റെയും ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലും മുഖ്യദൂതനായ വിശുദ്ധ മിഖായിലിൻ്റെ മധ്യസ്ഥതയിലും നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തിൻ്റെയും വിശുദ്ധ യൗസേപ്പിതാവിൻ്റെയും അപ്പോസ്തലന്മാരായ വിശുദ്ധ പത്രോസിൻ്റെയും വിശുദ്ധ പൗലോസിൻ്റെയും വിശുദ്ധ യോഹന്നാൻ്റെയും വിശുദ്ധ യാക്കോബ് സ്ലീഹായുടെയും വിശുദ്ധ തോമാസ് സ്ലീഹായുടെയും വിശുദ്ധ ഗീവർഗീസിൻ്റെയും വിശുദ്ധ അന്തോനീസിൻ്റെയും വിശുദ്ധ അഗസ്തീനോസിൻ്റെയും വിശുദ്ധ ബെനഡിക്റ്റിൻ്റെയും വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെയും വിശുദ്ധ പാദ്രപ്പിയുടെയും വിശുദ്ധ ജോൺ മേരി വിയാനിയുടെയും
സകല അപ്പോസ്തലന്മാരുടെയും വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും അന്തകന്മാരുടെയും നാമത്തിലും പരിശുദ്ധ പൗരോഹിത്യത്തിന്റെ അധികാരത്തിലും ശക്തിയിലും കൃപയിലും ആശ്രയിച്ചുകൊണ്ട് സർവ്വനാരിക ശക്തികളോടും അവയുടെ അടിമത്തങ്ങളോടും അന്ധകാരങ്ങളോടും ഞങ്ങൾ ആജ്ഞാപിക്കുന്നു. ഈ സമൂഹത്തിൽ നിന്ന്, ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളിൽ നിന്നും, അവർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും യേശുവിന്റെ നാമത്തിൽ തിരു രക്തത്തിന്റെ ശക്തിയാൽ, തിരുക്കുരിശിന്റെ ശക്തിയാൽ, ദൈവവചനത്തിന്റെ ശക്തിയാൽ, ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയാൽ അന്ധകാര ശക്തികളെ നിങ്ങൾ പുറത്തു പോവുക. യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ ബന്ധിച്ച് ശാസിച്ച് നിത്യ നരകാഗ്നിയിലേക്ക് തള്ളിക്കളയുന്നു. യേശു നിങ്ങളെ ശാസിക്കട്ടെ. യേശു നിങ്ങളെ പാതാളത്തിലേക്ക് തള്ളിക്കളയട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവമേ, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. സഹനത്തെ ജീവിതത്തിൻ്റെ ഒരു ശീലമാക്കി മാറ്റുവാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.